നമുക്ക് അപ്പോൾ ആ വെട്ടിവെച്ച ഫ്രോക്ക് നമുക്ക് തയ്ക്കാം. അപ്പം ഞാൻ കഴുത്തിൻ്റെ ഇറക്കം ഫ്രണ്ട് ആണ് ഞാനിപ്പം തയ്ക്കുന്നത്. ഇറക്കം നമ്മൾ 3.5 ഇഞ്ചും പിന്നെ അകലം 2.5 ഇഞ്ചുമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് കേട്ടോ. ഒരു പിന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട്, ജലദോഷമാണ്. അപ്പം പിന്നെ അകലം ഫ്രണ്ട് കഴുത്തിൻ്റെ അകലം നമ്മൾ 2.5 ഇഞ്ചും ഇറക്കം 3.5 ഇഞ്ചുമാണ് ഇട്ടിരിക്കുന്നത്. ഒരു 5.5 ഷോൾഡറുള്ള ഒരു കുട്ടിക്ക്, ഒരു 6 വയസ്സുള്ള കുട്ടി മാക്സിമം ഒരു 5.5 ഷോൾഡറൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 5.5 എന്ന് പറഞ്ഞാൽ ഫുൾ ഷോൾഡർ 11. അപ്പോൾ അത് പിന്നെ ഈ അളവ് കറക്റ്റായിരിക്കും. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആദ്യം ക്രേപ്പിൻ്റെ ലൈനിങ് വെച്ചു, അതിൻ്റെ പുറത്ത് നമ്മൾ പിന്നെ സിൽക്കിൻ്റെ പീസ് വെച്ചു, അതിൻ്റെ പുറത്താണ് നമ്മൾ പിന്നെ ഇത് കോട്ടൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ തയ്ച്ച് പിന്നെ കഴുത്ത് തിരിച്ചിടാൻ പോവാണ്. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ട് തയ്ച്ച് തിരിച്ചിടുന്നതിനേക്കാളും നീറ്റായിരിക്കും നമ്മളിങ്ങനെ വരച്ചിട്ട് കറക്റ്റ് അളവിൽ നമ്മൾ വരച്ചിട്ട് തയ്ച്ചിട്ടിടുമ്പോൾ. വെട്ടിയിട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 4 ഇഞ്ച് തയ്ക്കുക എന്ന് പറഞ്ഞാൽ കറക്റ്റ് 4 ഇഞ്ച് വരച്ചൊക്കെ തയ്ച്ചാൽ മാത്രമാണ് ആ കഴുത്ത് അത്രയും നീറ്റായിട്ട് വരുള്ളൂ. നേരെ മറിച്ച് ഈ വരച്ചിട്ടാവുമ്പോൾ നമുക്ക് കറക്റ്റ് ആ വരയെ കൂടെ അങ്ങ് തയ്ച്ചാൽ മതി. അപ്പം നമുക്ക് കറക്റ്റായിരിക്കും. ആ തയ്യൽ തുമ്പൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പിന്നെ സ്റ്റിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിപ്പോയാലും അതൊരു വ്യത്യാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിങ്ങനെ വരച്ചിട്ട് അത് തിരിച്ച കഴുത്ത് പിന്നെ വെട്ടിക്കളയാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ എന്ത് കഴുത്ത് പിന്നെ തിരിച്ചിട്ടിട്ട് ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കഴുത്തിന് യാതൊരു ഇപ്പം നമ്മൾ വെട്ടിയിട്ട് തിരിച്ചിടുമ്പോൾ അത് എത്ര നമ്മൾ പെർഫെക്റ്റായിട്ട് തയ്ച്ചെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തള്ളിപ്പോയാൽ നമുക്കത് പിന്നെ രണ്ടാമത് അഴിച്ചൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ അങ്ങനെയൊന്നും വരില്ല. നമുക്ക് ലൈനിങ്ങിലേക്ക് നമ്മൾ പ്രസ് അടിക്കുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈനിങ്ങിലേക്ക് പ്രസ് അടിച്ചാലാണ് ആ കഴുത്ത് അത്രയും നീറ്റായിട്ട് നിൽക്കുക. അതുകൊണ്ട് ലൈനിങ്ങിലേക്ക് പ്രസ് അടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വെച്ച് നമ്മളതിൻ്റെ അരികുവശത്തൂടെ എത്രത്തോളം അരികുവശത്തൂടെ അടിക്കാവോ അത്രത്തോളം പിന്നെ നിൽക്കുക അത്രയും പെർഫെക്റ്റ് ആയിരിക്കും. അപ്പം നമ്മൾ അടിച്ച് തിരിച്ചിടുക. അപ്പം ഞാൻ ഈ പിന്നെ തുണി പിന്നെ 3 പീസ് വെക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ കോട്ടൺ ലൈനിങ് ചെറിയ കുട്ടികൾക്ക് ഉറപ്പായിട്ടും നമ്മൾ ഉള്ളിലൊരു കോട്ടൺ ലൈനിങ് കൊടുക്കണം. എന്നാലാണ് അവർക്ക് അത് ആ ഒരു ഇറിറ്റേഷനൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. പിന്നെ ഇനി പാവാടയ്ക്ക് കൊടുത്തില്ലെങ്കിലും വേണ്ട, ബോഡി പീസിന് എന്തായാലും നമ്മൾ കോട്ടൺ പീസ് കൊടുക്കണം. പാവാട പിന്നെ കുറച്ചിങ്ങനെ തള്ളി നിൽക്കുന്നത് കൊണ്ടും ഷോർട്ട്സൊക്കെ ഇടുന്നത് കൊണ്ടും അത് അങ്ങോട്ട് ബോഡിനോട് ടച്ച് ആവില്ല. അപ്പോൾ ചിലപ്പോൾ പിള്ളേർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ബോഡി പീസ് കറക്റ്റ് ബോഡിനോട് ടച്ച് ആയിരിക്കുന്നത് കൊണ്ട് അത് പിന്നെ അവർക്ക് ഒരു ചെറിയ ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി ഒരു കോട്ടൺ ലൈനിങ് പിന്നെ കൊടുക്കുക. അതിന് എന്ത് ഡ്രസ്സാണെങ്കിലും ശരി, എന്ത് പിന്നെ നമ്മൾ ഏത് തുണിയിൽ തയ്ച്ചാലും ശരി, ഉള്ളിൽ ഒരു കോട്ടൺ പീസ് കൊടുക്കണം, നന്നായിരിക്കും. ഇനി ഞാൻ ബാക്ക് പീസാണ്, ബാക്കിലെ കഴുത്താണ് ഞാൻ പിന്നെ തയ്ക്കുന്നത്. ബാക്കിലെ കഴുത്ത് നമ്മൾ 2.5 ഇഞ്ച് അകലവും 2.25 ഇഞ്ച് ഇറക്കമാണ് ഇടുന്നത്. അപ്പോൾ കുറച്ച് കയറി നിൽക്കുന്ന പോലെ, നമ്മൾ സിബ് വെച്ചിട്ടല്ല നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് കയറി നിൽക്കുന്നത് പോലെ ഇരുന്നോട്ട് വിചാരിച്ചിട്ടാണ് ഞാനത് പിന്നെ അങ്ങനെ 2.25 ഇഞ്ചാണ് ഇറക്കം, 2.5 ഇഞ്ചാണ് അകലം. അങ്ങനെയാണ് നമ്മളത് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഫ്രോക്കിന് എപ്പോഴും ബാക്ക് ഇങ്ങനെ ഒരുപാട് ഇറങ്ങിയിട്ടൊന്നും ആയിരിക്കില്ല. അപ്പം കുറച്ച് ടീനേജേഴ്സിനൊക്കെയാണ് നമ്മൾ ബാക്കിലൊക്കെ കുറച്ച് ഇറക്കി ഒക്കെ നമ്മൾ തയ്ക്കുക. ചെറിയ കുട്ടികൾക്കൊക്കെ നമ്മൾ പരമാവധി പിന്നെ ഒരു 2 ഇഞ്ചൊക്കെ തന്നെ. അപ്പോൾ ആ 4 ഇഞ്ച് ഞാൻ ഷോൾഡറിന് വേണ്ടിയിട്ടാണ് 2.25 ഇട്ട്. ഒരു മിനിമം 2 ഇഞ്ചൊക്കെ തന്നെയാണ് നമ്മൾ ഇടുള്ളൂ. വലിയ പേർക്ക് എന്ന് വെച്ചാൽ ടീനേജിന് ഒരു 15 വയസ്സിന് മേലേക്കുള്ളവർക്കാണ് നമ്മൾ ബാക്കൊക്കെ കുറച്ച് നല്ല ഡിസൈനൊക്കെ കൊടുത്തൊക്കെ വെക്കുന്നത്, കുറച്ച് ഇറക്കിയൊക്കെ. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് ഒരു 10 വയസ്സുള്ള ഒരു കുട്ടികൾക്ക് വരെ നമ്മൾ ബാക്ക് കഴുത്ത് അധികം ഇറക്കാറില്ല. അപ്പം നമ്മളത് തിരിച്ചിടുന്നു. എന്നിട്ട് ഞാൻ ആ ബാക്ക് പീസിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ഷോൾഡർ വെച്ച് തയ്ക്കുന്നത്. അപ്പം നമുക്ക് ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകും ചെയ്യും. നമുക്ക് പിന്നെ ആ ഒരു കുത്തൽ ഒഴിവായി കിട്ടും, ആ തുണീൻ്റെ കുത്തൽ ഒഴിവായി കിട്ടും. അപ്പം നമ്മളിവിടെ 4 ഇഞ്ച്, എപ്പോഴും ഷോൾഡർ നമ്മൾ 1/2 ഇഞ്ചാണ് കൂട്ടൽ. ചെറിയ കുട്ടികൾക്ക് നമ്മൾ 4 ഇഞ്ച് ഷോൾഡർ നമ്മൾ കൂട്ടാൻ പാടുള്ളൂ. കാരണം ചെറിയ പിന്നെ അത് നമ്മളിപ്പോൾ റെഡിമെയ്ഡ് എടുത്ത് നോക്കിയാൽ അതിൽ 4 ഇഞ്ചേ തയ്യൽ തുമ്പ് ഉണ്ടാവുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഒരു കട്ടിയായിട്ടൊന്നും പിന്നെ ഇരിക്കാൻ പാടില്ല, അതുകൊണ്ട് കൂടിയിട്ടാണ്. അപ്പം ഈ ക്യാൻവാസ് വെക്കാത്തതും അതുകൊണ്ട് തന്നെയാണ്. ചെറിയ കുട്ടികൾക്ക് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് തയ്ക്കുമ്പോൾ അത് ഭയങ്കര കട്ടി
കട്ടിയായിരിക്കും. അപ്പോൾ പിള്ളേർക്കൊക്കെ അതിങ്ങനെ ഇടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിള്ളേർക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ അവർ പിന്നെ ആ ഡ്രസ്സ് ഇടുകയില്ല. നിർബന്ധിച്ചിടിച്ചാലും കരച്ചിലൊക്കെ ആയിരിക്കില്ല. അപ്പം നമുക്ക് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി നമ്മൾ പിള്ളേർക്ക് ബുദ്ധിമുട്ടാകാത്ത വിധത്തിൽ വേണം നമ്മൾ തയ്ക്കുമ്പോൾ. നമുക്ക് പുറമെ ഭയങ്കര ഭംഗിയിലൊക്കെ പിള്ളേർക്ക് ഇടണം എന്നൊക്കെ തോന്നും, പക്ഷെ ഉള്ളിൽ നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിള്ളേർക്ക് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കുത്തൊക്കെ ചെയ്യുമ്പോൾ പിള്ളേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളിത് ബാക്ക് നമ്മൾ എന്നിട്ട് എന്താണ് ഓപ്പൺ വെട്ടുകയാണ്. അപ്പം ഞാൻ പിന്നെ ബാക്കൊക്കെ പിന്നെ അതിന് എക്സ്ട്രാ തയ്യൽ തുമ്പൊന്നും ഇടാറില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളെപ്പോഴും നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ നമ്മൾ വണ്ണം കൂട്ടിയിട്ടിട്ടാണ് നമ്മളെപ്പോഴും വെട്ടുന്നത്. അപ്പം നമുക്കൊരു 4 ഇഞ്ച് അവിടെ ഇത് വരുന്നുള്ളൂ, ഗ്യാപ്പ് വരുന്നുള്ളൂ. പോരാത്തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തിട്ട് ഇടുന്നത് കാരണം നമുക്ക് അവിടെ ആ ഒരു തയ്യൽ ഇറുക്കമൊന്നും വരില്ല. എന്താ വെച്ചാൽ നമ്മൾ ചെസ്റ്റിൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ ചെസ്റ്റ് അളവെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അത്യാവശ്യം നല്ല ലൂസ് അല്ലാതെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ ഒരു കട്ടിങ്ങിന് വരുമ്പോൾ അവിടെ ഒരു എക്സ്ട്രാ തയ്യൽ തുമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം ഞാൻ സൈഡ് പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് കട്ടിങ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കറക്റ്റായിട്ട് അതങ്ങ് ആ 1.5 ഇഞ്ച് പിന്നെ തയ്യൽ തുമ്പിട്ട് നമുക്കങ്ങ് തയ്ച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ഇനി പിന്നെ ബാക്കിലൊരു ടൈ കെട്ടുന്നുണ്ട്. അപ്പോൾ ആ ടൈക്ക് വേണ്ടിയിട്ടുള്ള പീസാണ് നമ്മളത് പിന്നെ തയ്ക്കുന്നത്. അപ്പോൾ ഈ ടൈക്ക് വേണ്ടിയിട്ടുള്ള പീസ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 23 ഇഞ്ച് നീളമുള്ള ഒരു പീസാണ്. 23 നീളമുള്ള പീസും 5 ഇഞ്ച് വീതിയുള്ള ഒരു പീസുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 5 ഇഞ്ച് വീതി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു 2.5 ഇഞ്ച് പിന്നെ മടക്കിയിടുമ്പോൾ നമുക്കൊരു 2.5 ഇഞ്ച് കിട്ടും. അപ്പോൾ അത് പിന്നെ നമ്മളുടെ ബോഡിയിലേക്ക് പിടിപ്പിക്കുന്നത് വരെ ആകുമ്പോഴത്തേനും ഞാനതൊരു ലേശം വീതി കുറച്ചിട്ടാണ് ഏകദേശം 1 ഇഞ്ച് കിട്ടുന്ന വിധത്തിലാണ് ഞാനൊരു 1/2 ഇഞ്ച് ഷേപ്പിട്ട് അങ്ങ് വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ 23 ഇഞ്ച് നീളവും പിന്നെ ഇത് 5 ഇഞ്ച് വീതിയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ ഇത്തിരി കൂടിയാലും ഇപ്പോൾ കുറച്ച് സാറ്റിനൊക്കെ ആണെങ്കിൽ കുറച്ച് വീതിയിലെടുത്താലും അത് നല്ല ഭംഗിയുണ്ടാവും നമ്മൾ ബാക്കിൽ അത് കെട്ടി വെക്കുമ്പോൾ. ഇതിപ്പോൾ ഒരു സിൽക്ക് പോലുള്ള തുണി ആയതുകൊണ്ടാണ്. പിന്നെ ഇതിന് വലിയ ഒരുപാട് പിന്നെ ഇതൊന്നും ചെയ്യുന്നില്ല. ഒരു ചെറിയ ഒരു രീതിയിൽ ഒരു സിമ്പിളായിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോണത് സൈഡ് കൂട്ടുകയാണ്. അപ്പോൾ ആ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൈ ഇപ്പോൾ വെച്ചിട്ടില്ല. കൈ ഞാൻ എപ്പോഴും ബോഡി കൂട്ടിയതിന് ശേഷം മാത്രമേ കൈ വെക്കാറുള്ളൂ. അത് പിന്നെ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ബോഡി കൂട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ പിന്നെ ഇത് കൈ വെക്കൽ. നമ്മൾ അവിടെ ബാക്കിൽ ഒരു പിന്നെ 1/2 ഇഞ്ച് മേലെയാണ് നമ്മൾ ആ ടൈ വെച്ച് കൊടുക്കേണ്ടത്. 1/2 ഇഞ്ച് എന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് പാവാട പീസ് പിടിപ്പിക്കാനുള്ള തയ്യൽ തുമ്പ് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് പിന്നെ മേലെയാണ് അത് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ ഇത് കൈയാണ്, പഫ് കൈയാണ് ഞാൻ വെക്കുന്നത്. അതിനൊരു എലാസ്റ്റിക് വെക്കുന്നതെന്ന് കാണിക്കണുള്ളൂ. അപ്പോൾ ഞാൻ ഈ പഫ് കൈ വെക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തനിച്ചൊരു വീഡിയോ ഇടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനകത്ത് പഫ് കൈ വെട്ടുന്നതിൻ്റെയോ അല്ലെങ്കിൽ ഒന്നും ഞാൻ ഇടാത്തത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുറച്ച് പിന്നെ അധികമായിട്ട് പറയണം. അപ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് എന്തായാലും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ തനിച്ച് തന്നെ ഒരു വീഡിയോ ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കയ്യിൻ്റെത് ഞാൻ അതിനകത്ത് ഒട്ടുവിടാഞ്ഞത്. അപ്പം നമ്മളൊരു 6 ഇഞ്ച് നീളത്തിലുള്ള ഒരു എലാസ്റ്റിക് അതിനകത്ത് വെക്കുന്നത് അത് ചെറുതായിട്ടൊന്ന് കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 6 ഇഞ്ച് പിന്നെ എലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് 6 ഇഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാസ്കിനൊക്കെ വെക്കുന്ന സൈസ് 4 ഇഞ്ച് പോലും ഇല്ല, അതിനേക്കാളും കുറഞ്ഞ വീതിയുള്ളൊരു എലാസ്റ്റിക്കാണ്. പിന്നെ അപ്പോൾ ആ എലാസ്റ്റിക് നന്നായി വലിഞ്ഞു കിട്ടും. അപ്പം പിള്ളേർക്കത് ടൈറ്റായൊന്നും ഇരിക്കില്ല. കുറച്ചും കൂടെ വലിയ ആൾക്കാർക്കാണെങ്കിൽ എത്രയാണോ നമ്മളുടെ ആം റൗണ്ട് എത്രയാണോ വരുന്നത്, പിന്നെ കൈവണ്ണ എത്രയാണോ വരുന്നത്, അപ്പോൾ അതിൻ്റെ പിന്നെ പകുതി എടുത്താൽ മതി. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അവിടെ നിന്നോളും, വലിഞ്ഞു വരുമ്പോൾ ടൈറ്റായിട്ട് നിന്നോളും. അപ്പോൾ ഇത് ചെറിയ കുട്ടിയാണ്ട് കുറച്ച് ലൂസായിട്ട് നിന്നോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ 6 ഇഞ്ച് എടുത്തത്. കൊച്ചിന് 12 ഇഞ്ച് വണ്ണമൊന്നുമില്ല. അപ്പം അത് നല്ല കുറച്ച് ഇങ്ങനെ ലൂസായി തന്നെ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമ്മളതിന് നമ്മളത് പിടിപ്പിക്കുകയാണ്. കൈ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞല്ലോ പഫ് കൈൻ്റെ എന്തായാലും ഞാൻ തനിച്ചായിട്ടൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് അത് വെട്ടേണ്ടതെന്നും ഒക്കെ ഞാനത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആ വീഡിയോ പിന്നെ ഇപ്പോൾ തൊട്ടടുത്ത് ഇപ്പോൾ ഇത് കഴിഞ്ഞ പാട് തന്നെ വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാവും. അപ്പോൾ ഞാൻ ആ കൈ അതിനകത്തേക്ക് ബോഡി പീസിലേക്ക് ഞാൻ കൈ വെച്ച് കഴിഞ്ഞിട്ട് ഇനി നമ്മളുടെ പിന്നെ ബോഡീൻ്റെ പീസിൻ്റെ പണി ഏകദേശം കൈയും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഏകദേശം ആ പണി കഴിഞ്ഞ്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് പിന്നെ അതിൻ്റെ
പ്ലീറ്റ് ഇടാൻ പോവുകയാണ്. നമ്മുടെ പാവാട പീസ് നമ്മൾ പ്ലീറ്റ് ഇടുകയാണ്. അപ്പോൾ രണ്ട് സൈഡും കൂട്ടി വെച്ചിട്ട് അപ്പോൾ ഞാൻ ബാക്കിൽ നിന്നാണ് നമ്മൾ ഇത് ഇട്ട് വരുന്നത് എന്ന് വെച്ചാൽ പ്ലീറ്റ് ഇട്ട് വരുന്നത് ബാക്കിൽ നിന്ന് ഇട്ടിട്ട് ബാക്കിലെ സെൻറ്ററിൽ നമ്മൾ സിബ് വെച്ച് കൊടുക്കണ്ടല്ലോ, ആ സിബ് വെച്ച് കൊടുക്കുന്നിടത്തു നിന്നാണ് തുടങ്ങിയിട്ട് സിബ് വെച്ച് കൊടുക്കുന്നിടത്ത് തന്നെ തീരുന്ന വിധത്തിലാണ് ഞാൻ ഇത് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ആ ബാക്കിൻ്റെ ആ ഞൊറി ഇടുന്നതും കൂടെ ചേർത്ത് ഒരു സിബ് വെച്ച് കൊടുക്കുമ്പോഴാണ് പിള്ളേർക്ക് ഇടാൻ അത് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. എന്ന് വെച്ചാൽ ബോഡിയിൽ മാത്രം സിബ് നിൽക്കുന്ന പോലെ ഇടുന്നതിനേക്കാളും പാവാടയിലും കൂടെ ചേർത്ത് സിബ് വെക്കുന്നത് നമുക്ക് കുറച്ചും കൂടെ അത് ഇടുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു സുഖമായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം സാധാരണ ഞാൻ പ്ലീറ്റ് ഇട്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഞാൻ പിടിപ്പിക്കാറ്. പക്ഷേ ഇത് ഞാൻ അതിൽ തന്നെ വെച്ചിടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ഒരു 3.5 മീറ്റർ തുണിയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 ഉടുപ്പടിക്കണം. അപ്പം നമുക്ക് അതിന് കുറഞ്ഞ തുണിയേ ഉള്ളൂ നമുക്കത് പ്ലേറ്റ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേറെ പ്ലേറ്റ് ഇട്ട് അത് ഇതിനകത്തേക്ക് പിടിപ്പിച്ച് അങ്ങനെയൊന്നും ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതിൽ തന്നെ പിടിപ്പിക്കാൻ പറ്റും. ഇപ്പം ഞാൻ റൗണ്ടായിട്ട് ഞാൻ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. അപ്പം നമുക്ക് എത്രയാണോ വണ്ണം അതിൻ്റെ ഒരു 3 ഇരട്ടിയെങ്കിലും വേണം മിനിമം. പിന്നെ ലൈനിങ് അപ്പോൾ ലൈനിങ് വെട്ടുന്നതും അതിൻ്റെ എങ്ങനെയാണ് മേലെ പ്ലേറ്റ് ഇല്ലാതെ ലൈനിങ് വെട്ടേണ്ടതെന്നൊക്കെ എൻ്റെ വീഡിയോസിൽ ആദ്യം കുറച്ച് വന്ന ഫ്രോക്കിൻ്റെ വീഡിയോസ് ഉണ്ട്. അപ്പോൾ അതിലുണ്ട്. അപ്പോൾ കാണാത്തവർ അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഞാൻ ഉള്ളിൽ ലൈനിങ് വെക്കാൻ പ്ലേറ്റ് ഇല്ലാതെ എങ്ങനെയാണ് ലൈനിങ് വെട്ടുക എന്നുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2-3 എണ്ണം ഉണ്ട്. ഇങ്ങനെ ഫ്രോക്കിൻ്റെത് തന്നെ. അപ്പോൾ അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. എന്നിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കുറേ വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ എല്ലാം കുറച്ച് നമ്മൾ ഇപ്പം ഇതൊക്കെ പഠിച്ച് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടെ ഇനി വരുന്ന വീഡിയോസ് കുറച്ചും കൂടെ ഇതിനേക്കാളും കുറച്ച് നല്ല രീതിക്ക് തന്നെ വരും. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇപ്പോൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അതിന് ഇത് സിബ് വെച്ച് കൊടുക്കാൻ പോവാണ്. നമ്മൾ പ്ലേറ്റും വെച്ചു, അതിന് ലൈനിങ്ങും വെച്ച് കഴിഞ്ഞു നമ്മൾ സിബ് വെക്കാം. അപ്പം ഞാൻ ഈ സിബ് വെക്കുന്നതൊന്നും ഇതിനകത്ത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്ത അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ സിബ് വെക്കുന്നതൊക്കെ ഞാൻ മുന്നുള്ള വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. അപ്പം അതിലൊക്കെ കണ്ടവരുണ്ട്. പിന്നെ അതൊരു ബോറടി വേണ്ടാന്ന് വിചാരിച്ചിട്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയാൽ മതി. അപ്പം നമ്മുടെ അതിൻ്റെ ഫ്രോക്കിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ എല്ലാം നമ്മൾ ബോഡിയെല്ലാം ചേർത്തെല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ചെറിയ 2-3 ബോ വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ബോ വെക്കുന്നതിൻ്റെയും പഫ് കൈൻ്റെയും കൂടെ ഞാൻ രണ്ടാമത് ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും കാണിക്കാത്തത്. അപ്പം ഞാൻ ബോയും 3 ചെറിയ ബോ എന്ന് വെച്ചാൽ അതിൻ്റെ ആ ബോർഡർ പീസ് ഒരു ഇത്തിരി കിട്ടിയാണ്. ഇതൊരു ചെറിയ ഇതും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ഇളയ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. അപ്പം 2 പേർക്കും കൂടെയാണ് അത് തയ്ച്ചത് ഒരേപോലെ. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.